ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി ഇന്നും വിവിധ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. മാനന്തവാടിയിൽ റോഡ് ഷോ നടത്തുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റോഡ് ഷോയ്ക്ക് ശേഷം പ്രിയങ്ക ഇപ്പോൾ പ്രസംഗിക്കുന്നു. തത്സമയം പ്രിയങ്കയുടെ വാക്കുകളിലേക്ക്. So there is a lot of work that we need to do, even just to show that the landslide was in a small area and the rest of this beautiful constituency of Wayanad is beautiful and still welcomes tourists and there is no such danger over here. അതുപോലെ തന്നെ ഹോം സ്റ്റേ ഉടമസ്ഥരെ കണ്ടു. അവർ പറയുന്നത് ഇവിടെ മണ്ണിടിച്ചിൽ നടന്ന ശേഷം, ആ ദുരന്തം നടന്ന ശേഷം ഇവിടേക്ക് ആളുകൾ വരാൻ ബുദ്ധിമുട്ടാണെന്ന്. കാരണം അവർ പേടിച്ചു. ഈ ലോകം, ഇന്ത്യ മുഴുവനുള്ള ആളുകളോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായത്, ഒരു വലിയ നാശം വിതച്ചത് ഒരു ചെറിയ ഭൂപ്രദേശത്ത് മാത്രമാണ്. ബാക്കി പ്രദേശങ്ങളിൽ ഒരു പ്രശ്നമില്ല. വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്ന ഈ മനോഹരമായ പ്രദേശത്തെ കൂടുതൽ ആളുകൾ വരണം, ഇവിടെ സുരക്ഷിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. You have the long standing issue of the night ban and the long standing issue of the medical college, both of which we need to fight for, and we need to understand how together we can resolve the night ban issue. നിങ്ങൾക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന രാത്രി യാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വളരെ കാലമായി നിങ്ങളുടെ ആവശ്യമായ മെഡിക്കൽ കോളേജ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. Whatever progress was made in the medical college also, because of the pressure Rahul ji put on the government, we need to put more pressure and advance the work even faster.